ഇന്ന് നടന്ന CPO പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇംഗ്ലീഷ് വളരെ എളുപ്പമായിരുന്നു നമ്മൾ പറഞ്ഞതും. അതേപോലെ നമ്മളിപ്പം നമ്മളെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം, നമ്മൾ ധാരാളം പറഞ്ഞതാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വളരെ നമ്മുടെ WCPO പോലെ തന്നെ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു ഇതും. ഇംഗ്ലീഷ് വലിയ പാടൊന്നുമില്ല. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കിയേ, കറക്റ്റ് ദ സ്പെല്ലിംഗ് ആണ്. കൺസെൻസസിന്റെ സ്പെല്ലിംഗ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കവിടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് നോക്കിയേ, നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഓപ്ഷനാണ്? B ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. കൺസെൻസസ്, CONSENSUS ഇത് ചെയ്യുന്നത് ഓപ്ഷൻ ഡി. പ്രീവിയസ് ചോദ്യമാണ്, പ്രീവിയസ് മുമ്പ് ചോദിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ ആദ്യത്തെ ഉത്തരം കൺസെൻസസ്. ഇത് എല്ലാവർക്കും കിട്ടുന്നതാണ്, 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, കാക്ടസ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ ഈ തൊട്ട് മുമ്പത്തെ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞു UM അവസാനിക്കുന്ന ഒരു വാക്കിന്റെ പ്ലൂറൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UM മാറ്റി A ആക്കുക. അതേപോലെ US അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ US മാറ്റി I ഇടുക. അതുപോലെ IS അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ പറഞ്ഞാൽ IS മാറ്റിയിട്ട് ES ഇടുക. അതുപോലെ ഹൈഫൺ ഉള്ള വാക്കുകൾ വന്നു കഴിഞ്ഞാൽ ആദ്യ വാക്കിനോടൊപ്പം S ചേർത്ത് പറയുക. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. നമുക്ക് കാക്ടസ് US അവസാനിക്കുന്നു, അതിന്റെ കാക്റ്റിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി കാക്ടസിന് കാക്ടസസും എന്ന് പറയാറുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഇതാണ്, ഇപ്പൊ കാക്റ്റിയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, എന്നാൽ കാക്ടസസും എന്നും പറയാറുണ്ട്. B ഓപ്ഷനും പറയാറുണ്ട്, തെറ്റില്ല. ഏറ്റവും കൂടുതൽ നമുക്ക് ഉത്തരമായിട്ട് എടുത്തിട്ടുള്ളത് കാക്റ്റിയാണ്, US അവസാനിക്കുന്നതിന്റെ I രൂപമാണ്. ഇനി ഇതും ബോത്ത് രണ്ടും ഇൻ കേസ് ഈ ചോദ്യത്തിൽ ഇതും എന്ത് ചെയ്യും, ഉത്തരമായിട്ട് എടുക്കാം, തെറ്റില്ല. അതുകൊണ്ട് ഓർമ്മയിലിരിക്കണേ. അടുത്ത ചോദ്യം നോക്കിയേ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. നമ്മൾ എപ്പോഴും പറഞ്ഞതാണ് ആർട്ടിക്കിൾ വളരെ മസ്റ്റ് ചോദ്യമാണെന്ന് പറഞ്ഞു. അത് ചോദിച്ച ചോദ്യം വളരെ എളുപ്പമായി പോയി. I need ഡാഷ് ന്യൂ ലാപ്ടോപ്പ് ഫോർ മൈ വർക്ക്. പറഞ്ഞിട്ടുള്ള A ഉണ്ട്, ആൻ ഉണ്ട്, ദായുണ്ട്, നോ ആർട്ടിക്കിൾ. ഏത് വരുന്നു? I need a ലാപ്ടോപ്പ്. നമുക്ക് ന്യൂ ഞായിലാണ് ഉച്ചരിക്കുന്നത്. A ന്യൂ ലാപ്ടോപ്പ്, A ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ 3 മാർക്ക് ഉറപ്പിക്കാം, 3 മാർക്ക്. അടുത്ത നോക്കിയേ, അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് വെർബ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഉചിതമായിട്ടുള്ള വാക്ക് വെച്ചിട്ട് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ കോൺകോഡുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഫസ്റ്റ് സബ്ജക്റ്റ് പ്രിഫറൻസിന് കുറച്ച് വാക്കുകൾ പഠിച്ചു, സെക്കൻഡ് സബ്ജക്റ്റ് പ്രിഫറൻസിന്റെ വാക്കുകൾ പഠിച്ചു. സെക്കൻഡ് സബ്ജക്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? either or, അതുപോലെ neither nor, അതുപോലെ not only but also, അതുപോലെ or. ഈ വാക്കുകൾ വെച്ച് കണക്ട് ചെയ്താൽ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് ഉത്തരം എഴുതണം. ഇവിടെ നോക്കിയ ചോദ്യം, neither the team nor the coach. കണ്ടോ, neither nor വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ആദ്യ സബ്ജക്റ്റ് ടീമാണ്, രണ്ടാമത്തെ സബ്ജക്റ്റ് കോച്ചാണ്. കോച്ചിനനുസരിച്ച് എഴുതണം. കോച്ച് സിംഗുലാർ ആണ്, സിംഗുലാർ ആയതുകൊണ്ട് നമുക്ക് ഉത്തരം ഏതെഴുതാം? സിംഗുലാർ. ഡാഷ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട്. നമുക്ക് ഈസും ഹാസും ഉണ്ട്, നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഈസാണ്. ഹാസ് എടുക്കില്ല, പാസീവ് കൺസ്ട്രക്ഷൻ ആണ്, അതുകൊണ്ട് നമുക്ക് ഈസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. കണ്ടല്ലോ, ലാസ്റ്റ് ദ റിസൾട്ട് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് ഒരു പാസീവ് കൺസ്ട്രക്ഷൻ രീതിയിലായതുകൊണ്ട് ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട് അവിടെ ഉത്തരമായിട്ട് വരുന്നു. മറക്കരുത്, ഇവിടെ ടീം നോക്കിയേ, ടീം പാസീവ് വോയിസ് അല്ല, നമ്മുടെ കോൺകോഡുമായി ബന്ധപ്പെട്ട് ടീം, അതുപോലെ ക്ലബ്ബ്, അതുപോലെ ജൂറി, അതുപോലെ എന്ത് ചെയ്യുന്നു, കമ്മിറ്റി, അതുപോലെ കമ്മീഷൻ, പാർലമെന്റ്, ഫാമിലി, ഇങ്ങനെയുള്ള വാക്കുകൾ കഴിഞ്ഞാൽ ഉത്തരം സിംഗുലാറും വരാം, അതുപോലെ പ്ലൂറലും വരാം. ഈ വാക്കുകൾ ഒരു കൂട്ടത്തെ സൂചിപ്പിച്ച് പറയുകയാണെങ്കിൽ സിംഗുലാർ, ഇത് ഓരോന്നും ഓരോ അംഗങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പ്ലൂറൽ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാലും മതി, ഈ വാക്കുകൾ വരുന്ന സെൻറ്റൻസിൽ ഇറ്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഉത്തരം സിംഗുലാർ. ഈ വാക്കുകൾ വരുന്ന സെൻറ്റൻസിൽ ദെയർ ഉണ്ടെങ്കിൽ ഉത്തരം പ്ലൂറലായിരിക്കും. അപ്പൊ കമ്മിറ്റി, ടീം ഇങ്ങനെയുള്ള വാക്കുകൾ വരുന്ന സെൻറ്റൻസിൽ സിംഗുലാറും പ്ലൂറലും എഴുതാം. എല്ലാവരും ഒരുമിച്ചാണ് ഒരു തീരുമാനം എടുത്തെന്ന് പറയാൻ സിംഗുലാർ, ഓരോരുത്തരും ഓരോരോ തീരുമാനങ്ങൾ പറഞ്ഞു എന്ന് പറയാൻ പ്ലൂറൽ. നമുക്ക് അതിനകത്ത് ഇറ്റ്സ് ഉണ്ടെങ്കിൽ സിംഗുലാർ, ദെയർ ഉണ്ടെങ്കിൽ പ്ലൂറൽ.
എന്ന രീതിയിലും എടുക്കാം. ആ വാക്കും കൂടെ ഒന്ന് ഓർമ്മിച്ചിരുന്നാൽ ഒരു മാർക്കും കൂടെ കിട്ടും. അടുത്ത ചോദ്യം നോക്കിയേ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ് ആണ്. നമ്മൾ പാസീവ് വോയിസ് ചെയ്ത് തളർന്നു എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടില്ല. പാസീവ് വോയിസ് തന്നിരിക്കുന്ന ചോദ്യം നോക്കിയേ, മൈ മദർ പ്രിപ്പയർഡ് എ ഡെലീഷ്യസ് മീൽ. കണ്ടല്ലോ, പ്രിപ്പയർഡ് എന്ന് പറഞ്ഞ V2 വരുന്ന സെന്റൻസുകളുടെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാന്ന് പറഞ്ഞു. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബായിട്ട് ഏതൊക്കെ ഉപയോഗിക്കാം, വാസ് ഓർ വെയർ. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3. നമുക്ക് വാസ് ഓർ വെയർ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ ഉണ്ടാന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് വാസ് ഓർ വെയർ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ ഉണ്ടാന്ന് നോക്കിയേ. നമുക്ക് ഇതാ വാസ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ ഇവിടെ എന്ത് ചെയ്യുന്നോളെ. ഇവിടെ ആണെങ്കിൽ വാസ് കഴിഞ്ഞിട്ട് ING ആണ് വരില്ല. നമുക്ക് വാസ് ഓർ വെയർ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ മതി. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷൻ. എ ഡെലീഷ്യസ് മീൽ വാസ് പ്രിപ്പയർഡ് ബൈ ഏതാണ് മക്കളെ, മൈ മദർ. കണ്ടോ, അപ്പൊ ഈസ് അതുപോലെ ആമ് അതുപോലെ ആറ് അതുപോലെ വാസ് വെയർ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ പാസീവ് വോയിസ് എന്ത് എഴുതാൻ പറഞ്ഞു, ഒബ്ജക്റ്റ് പ്ലസ് ദി ഓക്സിലറി വെർബ് പ്ലസ് ബീയിങ് പ്ലസ് V3. നിങ്ങൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എന്ത് നോക്കിയാൽ മതി, ഓപ്ഷന് ഉത്തരം കണ്ടെത്താൻ എളുപ്പമാണ്. ഇത്തരം ചോദ്യങ്ങളിൽ ബീയിങ് കഴിഞ്ഞിട്ട് V3 വരുന്നതാണ് നോക്കിയത് എങ്കിൽ അത് എന്ത് ചെയ്യുന്നൂടെ, അതിന്റെ പാസീവ്. ഇനി ഹാസ് അതുപോലെ ഹാവ് അതുപോലെ ഹാഡ് വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ പാസീവ് എങ്ങനെ എഴുതാം, ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ബീയിങ് പ്ലസ് V3. അപ്പൊ നമുക്ക് ഹാസ് ഹാവ് ഹാഡ് വരുന്ന ചോദ്യങ്ങൾ ഓപ്ഷനിൽ എന്ത് നോക്കിയാൽ മതി, ബീയിങ് കഴിഞ്ഞിട്ട് V3 വരുന്ന ഓപ്ഷൻ ഉണ്ടാകുന്ന നോക്കിയാൽ അതിന് ഉത്തരം. വില്ല് മുതല് ഓട്ടിറ്റ് വരെ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ പാസീവ് എഴുതാൻ പറഞ്ഞാൽ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ബി പ്ലസ് V3. നോക്കി, വില്ല് മുതൽ ഓട്ടിറ്റ് വരെ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഓപ്ഷനിൽ ഉത്തരം കണ്ടെത്താൻ ബി കഴിഞ്ഞിട്ട് V3 വരുന്ന ഓപ്ഷൻ ഉണ്ടാകുന്ന നോക്കിയാൽ മതി. അടുത്ത് നോക്കിയേ, V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ വരുന്ന സെന്റൻസുകളാണെങ്കിൽ പാസീവ് ഒബ്ജക്റ്റ് പ്ലസ് ഏതെഴുതാം, ഈസ് ആം ആർ പ്ലസ് V3. അപ്പൊ ഇത്തരം ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ നോക്കുമ്പോഴാണെങ്കിൽ ഈസ് ആം ആർ പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. വളരെ എളുപ്പം. നമുക്ക് ഇവിടെ ബി ഓപ്ഷൻ. അടുത്ത ചോദ്യം നോക്കിയേ, ഷീ പെർഫോംഡ് ഡാഷ് ഇൻ ദി കോമ്പറ്റീഷൻ. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ, കംപ്ലീറ്റ് ദ സെന്റൻസ്. ഗുഡ് ഉണ്ട്, വെൽ ഉണ്ട്, ബെറ്റർ ഉണ്ട്, ബെസ്റ്റ് ഉണ്ട്. പറഞ്ഞേ, നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഗുഡിന്റെ 3 രൂപങ്ങളാണ്. ഇത് പോസിറ്റീവ് ഡിഗ്രി, ഇത് കമ്പാരറ്റീവ് ഡിഗ്രി, ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു വാക്കൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരു പോസിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ സോ അല്ലെങ്കിൽ അസ്, കമ്പാരറ്റീവ് ഡിഗ്രി ആണെങ്കിൽ ദാൻ വരണം, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ ഇതാ. ഇങ്ങനെ ഒരു സാധനം ഒന്നും വന്നിട്ടില്ല. അപ്പൊ ആ 3 ഓപ്ഷനും കട്ട് ചെയ്ത് കളയാം. നമുക്ക് വെല്ലാണ് വരുന്നത് അല്ലേ. ഷീ പെർഫോംഡ് വെൽ ഇൻ ദി ഡാൻസ് കോമ്പറ്റീഷൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, അന്റോണിം ഓഫ് ബെനവലന്റ്. ബെനവലന്റിന്റെ അന്റോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും ചോദിക്കുന്ന പ്രീവിയസ് ചോദ്യമാണത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ എ ഓപ്ഷൻ ആണ്, ബെനവലന്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രീവിയസ് ആണ്, എല്ലാവർക്കും കിട്ടുകയാണ്. അടുത്ത ചോദ്യം നോക്കിയേ, ATM. നമ്മൾ അബ്രിവേഷൻസ് പഠിച്ചതാണ്. ഞാൻ നിങ്ങൾക്ക് അബ്രിവേഷൻസ് ക്ലാസ് എടുത്ത് തന്നെയാണ്. അബ്രിവേഷൻസിന്റെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ കിട്ടും. ഞാൻ എന്നിട്ട് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞാണ്, ഓഫ്ലൈനിലും ഓൺലൈൻ ക്ലാസ്സുകളിൽ എല്ലായിടത്തും പറഞ്ഞാണ്, പോലീസിന് ഒരു ചോദ്യം അബ്രിവേഷൻ തന്നെയാണ്. അപ്പൊ അബ്രിവേഷൻ ചുരുക്കെഴുത്തുകൾ. ATMന്റെ ഫുൾ ഫോം എന്താ, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. ഏത് വരുന്നു മക്കളെ, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ, സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, ഒറാസിയസ് എന്ത് ചെയ്യുന്നുണ്ട് എന്ന വാക്കിന്റെ സിനോണിം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കത് ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷൻ ആണ്. ഇൻ കേസ് ആർക്കെങ്കിലും തെറ്റിക്കാൻ സാധ്യത ഉള്ളത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും. അല്ലെങ്കിൽ തെറ്റിക്കാനല്ല, എഴുതാതെ പോകണമെങ്കിൽ ഇതായിരിക്കാം. ഇൻസാറ്റിയബിൾ ആണ് ഉത്തരമായിട്ട് വരുന്നത്. എ ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ, ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഉചിതമായിട്ടുള്ള സെന്റൻസ്, കറക്റ്റ് ആയിട്ടുള്ള ഗ്രാമർ, കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ്. ഷീ ഡോണ്ട് ലൈക്ക് പിസ്സ, അതേപോലെ ഷീ ഡസൻറ്റ് ലൈക്ക് പിസ്സ, ഷീ നോട്ട് ലൈക്സ് പിസ്സ, അതേപോലെ ഷീ ഈസ് നോട്ട് ലൈക്ക് പിസ്സ. കണ്ടല്ലോ, നോക്കി, ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലാർ ആണ്. ഈ സിംഗുലാർ സബ്ജക്റ്റിനോടൊപ്പം എപ്പോഴും വേർബും സിംഗുലാർ ആയിരിക്കണം, ഓക്സിലറി സിംഗുലാർ ആയിരിക്കണം അല്ലേ. ഇപ്പൊ ഡോണ്ട് എന്ന് പറയുന്ന ഡു ആണ്,
ഡു പ്ലൂറലാണ്, അപ്പോൾ ഷിയോടൊപ്പം നിൽക്കില്ല, അപ്പോൾ ആൻസർ തെറ്റ്. ഷീ സിംഗുലാർ ആണ്, ഡസ് വന്നിട്ടുണ്ട്, ഡസ് ഡു ഡസ് ഇട്ട് കഴിഞ്ഞാൽ V1 വരാം, ലൈക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ ഇതിൽ തെറ്റില്ല, അതവിടെ നിൽക്കട്ടെ. അടുത്ത് നോക്കിയേ, ഷീ നോട്ട് ലൈക്സ് പിസ്സ, എന്ത് ചെയ്യുന്നൂടെ. അപ്പോൾ നമുക്ക് ഈ നോട്ടൊക്കെ വരുന്ന സെൻസിൽ എപ്പോഴും ഡു ഡസ് ഡിഡ് വെച്ചാണ് ഒരു സെൻസിനെയൊക്കെ പൊതുവേ നെഗറ്റീവ് ആക്കി സിമ്പിൾ പ്രസന്റിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ വരില്ല, അങ്ങനെ പറയില്ല. ഷീ ഈസ് നോട്ട് എന്ത് ചെയ്യുന്നൂടെ ലൈക്ക്, നമുക്ക് ഈസ് ആമ് ആറ് വാസ് വേറ് ഒക്കെ കഴിഞ്ഞ് ING ആണ് വരേണ്ടത്. ഇവിടെ ING അല്ല, ലൈക്കാണ് കിടക്കുന്നത്, അതുകൊണ്ട് അതും വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. എന്ത് വരുന്നുണ്ട് അല്ലേ, ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ എന്തായാലും എങ്ങനെയൊക്കെ പോയാലും ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം 10ന് എന്ത് ചെയ്യുന്നുണ്ട് 9+ നമുക്ക് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട് സിനോണിമിന്റെ ഒരു ചോദ്യം മാത്രം ഞാൻ ഒരു ഓപ്ഷൻ തരുന്നു, ബാക്കി ഒന്നും എന്ത് ചെയ്യും പാടുള്ളതല്ല. എന്ത് ചെയ്യും മാക്സിമം ആർക്കാണെങ്കിൽ നമ്മളെ ക്ലാസ് കണ്ടിട്ടുള്ള ആൾക്കാണെങ്കിൽ 9 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. എന്ത് ചെയ്യും പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് 10 9 അല്ലെങ്കിൽ 10 മാർക്കായിരിക്കും. വളരെ എളുപ്പമായിരുന്നു ചോദ്യം. എനിക്ക് തോന്നുന്നു CPO WCPOക്കാളും എളുപ്പമായിരുന്നു തോന്നുന്നു. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകളൊന്ന് കമൻറ്റ് ചെയ്യണം. എന്ത് ചെയ്യുന്നുണ്ട് എത്ര മാർക്ക് കിട്ടി, ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നും കൂടെ വേണം. അതുപോലെ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. ഇനി നമ്മൾ അടുത്ത ദിവസം തൊട്ട് നമ്മൾ ഇനി വരാൻ പോകുന്ന പരീക്ഷ ASM ആണ്. അപ്പം ഇനി വരുന്ന ആഴ്ചകളിൽ ഒരാഴ്ച നിങ്ങളെ സിലബസ് തന്നിട്ട് എല്ലാവരും ക്ലാസ്സുകൾ ഫോളോ ചെയ്യണം. സിലബസ് പറഞ്ഞ് കാണിച്ചിട്ട് സിലബസിൽ വരുന്ന ഓരോ ടോപ്പിക്കും 1-2 ടോപ്പിക്കുകൾ ചേർത്ത് ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അതിനോടൊപ്പം ചോദ്യങ്ങളും കൂടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും 2-ാം തീയതിക്ക് മുമ്പേ ആയിട്ട് ആ ടോപ്പിക്ക് കവർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് ചോദ്യങ്ങളല്ല ചെയ്യുന്നത്, ഇനി തൊട്ട് ASMുമായിട്ട് ബന്ധപ്പെടുത്തി ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ സിലബസ് ഞാൻ കാണിച്ചു തന്നിട്ട് അതിലെ ടോപ്പിക്ക് ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്ക് വൈസ് എക്സ്പ്ലെയിൻ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ക്ലാസ് കാണുന്നവർക്ക് എന്തായാലും ഇംഗ്ലീഷിൽ 10ന് 10 വാങ്ങാനുള്ള ഒരു എന്ത് ചെയ്യുന്നൂടെ അവസരം ഞാൻ ഒരുക്കി തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.